കളമശ്ശേരി നഗരസഭ വഴിയോരങ്ങളിൽ ജല അതോറിറ്റിയുടെ നിലവിലുള്ള ആവശ്യമില്ലാത്ത കുടിവെള്ളം ദുരുപയോഗം ചെയ്യുന്ന പൊതു ടാപ്പുകൾ ഒഴിവാക്കുന്നതിന് ഇന്ന് കൂടിയ കളമശ്ശേരി നഗരസഭ കൗൺസിൽ യോഗം തീരുമാനിച്ചു. 2024 സെപ്റ്റംബർ മുതൽ 2026 ഏപ്രിൽ വരെ 29,28,037 രൂപ ജല അതോറിറ്റിക്ക് നഗരസഭ കൊടുക്കേണ്ടിയിരിക്കുന്നു. നഗരസഭ പരിധിയിലെ പൊതുടാപ്പുകളുടെ കൃത്യമായ എണ്ണം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഈ തുക അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നഗരസഭ സെക്രട്ടറി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയെങ്കിലും ഇതേവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ആവശ്യമില്ലാത്ത പൊതുടാപ്പുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ ജമാൽ മണക്കാടൻ അധ്യക്ഷനായി. 115 പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി 26,70,500 രൂപ സ്കോളർഷിപ്പ് നൽകും. 51 പേർക്ക് വാർദ്ധക്യകാല പെൻഷനും 6 പേർക്ക് വിധവ പെൻഷനും അനുവദിച്ചു. നഗരസഭയുടെ 10, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പേര് HMT കോളനി എന്നുള്ളത് മാറ്റി HMT നഗർ എന്നാക്കി. തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന് 15 ലക്ഷം രൂപ അനുവദിച്ചു. പുതുക്കി പണിത കളമശ്ശേരി ടൗൺഹാളിന്റെ വാടക രാവിലെ 10 മുതൽ രാത്രി 10 വരെ 25,724 രൂപ. വിവാഹ ചടങ്ങുകൾക്ക് തലേദിവസം വൈകിട്ട് 6 മുതൽ വിവാഹ ദിവസം വൈകിട്ട് 4 വരെ വാടക 25,724 രൂപ. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ 15,434 രൂപയാണ് വാടക. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും 6 മണിക്കൂർ ദൈർഘ്യമുള്ള ചടങ്ങുകൾക്ക് 6,431 രൂപയാണ് വാടക. AC വേണമെങ്കിൽ ഓരോ മണിക്കൂറിനും 6,000 രൂപയും നിയമാനുസൃത നികുതികളും മുൻകൂറായി നഗരസഭയിൽ അടയ്ക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും AC ഉപയോഗിക്കുന്നതിന് ഓരോ മണിക്കൂറിനും 4,000 രൂപയും നികുതിയും മതിയാകും. ഇതുകൂടാതെ വാടകയ്ക്ക് എടുക്കുന്നവർ 3,000 രൂപ ഡെപ്പോസിറ്റും നൽകണം. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപകടകരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും വെട്ടിമാറ്റുന്നതിനും തീരുമാനിച്ചു.